നമുക്ക് ഈ വയർ ഉണ്ടാക്കുന്നത് കാണാം. ദേ ഇതൊന്ന് കത്തിക്കാൻ പോവാ. അതിനൊരു 20% വില വ്യത്യാസമുണ്ട്. ഉണ്ട്. നമ്മുടെ കേബിളിന്റെ വാറണ്ടി എന്ന് പറയുന്നത് ലൈഫ് ടൈം ആണ്. ആണല്ലയോ? ലൈഫ് ടൈം വാറണ്ടി നമ്മൾ കൊടുക്കുന്നത്. നമസ്കാരം. 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 എവിടെയാണ്? നമ്മളിപ്പോ തൃശ്ശൂരാണ് നിൽക്കുന്നത്. ഇതെന്താണ് കയ്യിൽ വയറൊക്കെ? ക്വാളിറ്റി ഉള്ള വയറ്, വിലക്കുറവില്, അതും 31 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട്. ലാബില് കൃത്യമായിട്ട് ടെസ്റ്റ് ചെയ്ത് കാണിക്കാം. നമ്മുടെ ആദ്യത്തെ ടെസ്റ്റ് എന്തുവാ? ഇത് നമ്മുടെ ഫയർ പ്രൂഫ് ആണ്. അതായത് വയർ കത്തില്ല. കത്തില്ല. നമുക്ക് കത്തിച്ച് നോക്കിയാലോ? ഓ കത്തിക്കും. വാ, ദേ ഇതൊന്ന് കത്തിക്കാൻ പോവാ. ഇതുണ്ടോ ഇത്ര ഇതായിട്ട് കത്തിക്കുവാ. ഒന്ന് നോക്കിയേ. ഇതുണ്ടോ കത്തിച്ച സംഭവം നമ്മൾ പിടിച്ചു നോക്കുക. അതായത് ഇതുണ്ടോ ചെറിയ ചൂടെന്നല്ലാതെ ഒരു കുഴപ്പം ഇതിനുണ്ടോണ്ട. ഈ ചെറിയ വയറിന് പോലും ഒരു കുഴപ്പമില്ല. അതെന്താ കത്താത്ത? എന്താ നമ്മൾ ഉപയോഗിക്കുന്ന PVC-യുടെ ക്വാളിറ്റി എന്ന് പറയുന്നത് ഇന്ത്യയിൽ കിട്ടുന്ന ഏറ്റവും നമ്പർ 1 PVC ആണ് ഉപയോഗിക്കുന്നത്. അതായത് FRLSSന്റെ ക്ലാസ് 2 പ്രീമിയം ക്വാളിറ്റി ആണ്. അതാണ് കത്താത്തയിലെയോ? അതായത് ഫയർ ഉണ്ടാവില്ല, സ്മോക്ക് ഉണ്ടാവില്ല, ഹാലോജൻ ഫ്രീ ആയിരിക്കും. ഈ FRLSS എന്ന PVC പറയുന്നത് നമ്മൾ ബാങ്ക്, ഓഡിറ്റോറിയം, തിയേറ്റർ, വലിയ വലിയ മാള്, അത്രയും സ്ഥലങ്ങളിലാണ് നമ്മൾ ഇത് കൂടുതൽ പ്രിഫർ ചെയ്യാം. കാരണം ആ സേഫ്റ്റിനെ നമ്മൾ വീടുകളിലേക്ക് കൊടുക്കണം. നമുക്ക് വീടുകളിലേക്കും ആ സേഫ്റ്റി വേണം. മെയിൻ കാര്യം എന്താ അറിയോ? വീടെന്ന് പറഞ്ഞാൽ നമ്മൾ ഒറ്റ പ്രാവശ്യം വെക്കുന്ന ഒരു സംഭവമാണ്. അത്ര ക്വാളിറ്റി ആയിട്ട് ചെയ്താൽ വീട് നശിച്ചു പോയാൽ പോലും നമ്മുടെ കേബിളിന് ഒരു കുഴപ്പമുണ്ടാവില്ല. നമ്മൾ ലൈഫ് ടൈം വാറന്റിയാണ് പറയുന്നത്. നമുക്ക് സാറിന് ഇത് പരിചയപ്പെടാം. നമസ്കാരം സാറേ. നമസ്കാരം. പേര്? അഗസ്റ്റിൻ. നമ്മുടെ കമ്പനിയുടെ പേര്? വിൽവെക്സ് കേബിൾസ്. സാറേ, ആദ്യം തന്നെ ചോദിക്കുന്നത്, ഈ കേബിൾ എങ്ങനെ, ഈ ക്വാളിറ്റി ഉള്ള കേബിൾ എങ്ങനെ വില കുറച്ച് കൊടുക്കാൻ പറ്റും? അതല്ല, ഇത് വളരെ സിമ്പിളാണ്. കാരണം ഇവിടെ നേരിട്ടാണ് നമ്മൾ കസ്റ്റമേഴ്സിന് കൊടുക്കുന്നത്. എൻഡ് കസ്റ്റമർക്ക് ഫാക്ടറിയിൽ നിന്ന് സെയിൽ ചെയ്യാണ് ചെയ്യുന്നത്. അപ്പൊ ഇടനിലയില്ല. അതാണ് ഏറ്റവും പ്രധാനമായിട്ട്. ഇടനില എന്ന് പറയുമ്പോൾ അറിയാലോ, അത് കുറയുമ്പോ തന്നെ കേബിളിന് വലിയൊരു വ്യത്യാസം വരും. ഇപ്പൊ നോർമലി മാർക്കറ്റിലുള്ള ബ്രാൻഡുകളനുസരിച്ചിട്ട് ക്ലാസ് 2 FRLSS കേബിൾ മാത്രമേ ഞങ്ങൾ ഉണ്ടാക്കുന്നുള്ളൂ. നേരത്തെ ഞാൻ സൂചിപ്പിച്ചിരുന്നു. അതിനൊരു 20% വില വ്യത്യാസമുണ്ട്. ഉണ്ട്. സാർ, ഇവിടെ വരുന്നവര് വില കുറവ് മാത്രമാണോ നോക്കുന്നത്? ഒരിക്കലും അല്ല, ക്വാളിറ്റിയും കൂടി നോക്കിയിട്ടാണ് ആളുകൾ വാങ്ങിക്കുന്നത്. അപ്പൊ ഈ 31 വർഷം എന്ന് പറയുന്നത് ഒരു ക്വാളിറ്റി ഇല്ലാത്ത പ്രോഡക്റ്റ് അങ്ങനെ നിൽക്കത്തില്ലല്ലോ. 31 വർഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിൽ ആദ്യം ISI എടുക്കുന്ന കമ്പനി ഞങ്ങളാണ്. നമ്മൾ തന്നെ 95 കമ്പനി തുടങ്ങി. 97 ഞങ്ങൾ ISI മാർക്ക് എടുത്തു. പിന്നെ 2 ISO ഉണ്ട്, പിന്നെ ROHS ഉണ്ട്, റീച്ച് ഉണ്ട്, കേരള PWD അപ്രൂവൽ ഉണ്ട്, CE മാർക്കിംഗ് ഉണ്ട്. CE മാർക്കിംഗ് എന്ന് പറഞ്ഞാൽ യൂറോപ്പിൽ ഇലക്ട്രിക്കൽ സാധനങ്ങൾക്ക് വിൽക്കണമെങ്കിൽ നിർബന്ധമായിട്ടും CE മാർക്കിംഗ് വേണം. ആ മാർക്കിംഗ് ഉണ്ട്. അപ്പോൾ വലിയ കമ്പനികൾക്കുള്ള എല്ലാ അംഗീകാരങ്ങളും ഞങ്ങൾക്കുണ്ട്. നല്ല ക്വാളിറ്റി ഉണ്ട്. അതുകൊണ്ട് അപ്പോൾ ഇതിന് പ്രധാന കാരണം ഇടനിലയില്ലാതെ മാത്രമല്ല, നമ്മളൊരു കസ്റ്റമർ ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ആ കസ്റ്റമർ തന്നെ അടുത്ത ആളോട് പറഞ്ഞ് അവരെ കൊണ്ടുവരുന്നത്. അങ്ങനെയാണ് ഞങ്ങളുടെ മാർക്കറ്റ് ഡെവലപ്പ് ചെയ്ത് വരുന്നത്. കാരണം നിങ്ങൾക്ക് അറിയുമെന്നറിയില്ല, 2018 ഇത് മൊത്തം പോയ ഫാക്ടറിയാണ് ഫ്ലഡ് ഉണ്ടായപ്പോൾ. അപ്പോൾ ഫ്ലഡിൽ ഇത് മൊത്തം ബിൽഡിങ്ങും മെഷീനറിയും എല്ലാം നശിച്ചു പോയതാണ്. അതിനുശേഷം ഞങ്ങൾ ഇന്ന് നല്ല ലെവലിൽ എത്തിയിട്ട് നിൽക്കുന്നുണ്ട്. അത് ക്വാളിറ്റി കൊണ്ട് മാത്രമാണ്. അതാണ് ഏറ്റവും വലിയൊരു പ്രത്യേകത. ഒരു കമ്പനി ഫുള്ള് പോയിട്ട് വീണ്ടും അത് തിരിച്ചു വരണം എന്നുണ്ടെങ്കിൽ ആ ക്വാളിറ്റിയാണ്. അതാണ്. നമുക്ക് ഇതൊക്കെ ഒന്ന് കണ്ടാലോ സാറേ? എല്ലാം കാണാം. നമ്മൾ ടെസ്റ്റിങ്ങോ ഇവിടെ വരുന്ന ആളുകളുടെ പ്രത്യേകത എന്താ വെച്ചാൽ, ഇവിടെ വരുന്നവർക്ക് ഫാക്ടറി ഒക്കെ കാണാം, ഫാക്ടറിയിൽ കയറി വീഡിയോ എടുക്കാം, പ്രൊഡക്ഷൻ്റെ എല്ലാ കാര്യങ്ങളും ഇവിടുത്തെ സ്റ്റാഫ് എല്ലാവർക്കും പറഞ്ഞു കൊടുക്കും. ഇനി വേണമെങ്കിൽ ടെസ്റ്റ് വേണമെങ്കിൽ എല്ലാ ടെസ്റ്റുകളും, അതായത് ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സ് പറയുന്ന ലാബ് ഞങ്ങൾക്ക് സ്വന്തമായിട്ടുണ്ട്. ആ ലാബിൽ ഞങ്ങൾ ടെസ്റ്റുകളും കാണിച്ചു കൊടുക്കും. നമുക്കെല്ലാം ഒന്ന് കണ്ടാലോ? നമുക്ക് ഈ വയർ ഉണ്ടാക്കുന്നത് കാണാം. സാറേ, ഇത് ഈ വയർ എന്താ ആയിരിക്കുന്നത്? ഇത് ഉണ്ടാക്കുന്ന സിസ്റ്റം നമ്മൾ കാണാൻ വന്നത്. ഫസ്റ്റ് എന്താ ചെയ്യുന്നത്? ഇതിവിടെ നമ്മൾ കോപ്പർ ലോഡ് ചെയ്യാണ്. കോപ്പർ ലോഡാണ്. ഇവിടെ നമ്മൾ പ്രീ ഹീറ്റ് ചെയ്യും. അതായത് ഈ കോപ്പറ് ചെറുതായിട്ടൊന്ന് ചൂടാക്കും. നമ്മൾ ചൂടായി കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ ഈ കേബിൾ ഉണ്ടാക്കുന്ന മെഷീൻ്റെ ഉള്ളിലേക്ക് കടത്തി വിടാണ്. അപ്പൊ ഇതിന് 2 കോട്ടിംഗ് ആണ് വരുന്നത്. ഒരു കേബിളുമേ ഉള്ളിലൊരു കോട്ടിംഗ് ഉണ്ട്, പുറത്ത് വേറെ കോട്ടിംഗ്. അപ്പൊ ഈ അവിടെ ആ വലിയ മെഷീനിൽ ഉള്ളിലത്തെ കോട്ടിംഗ് നടക്കും, ചെറിയ മെഷീനിൽ പുറത്തെ കോട്ടിംഗ് നടക്കും. ആ പുറത്തെ കോട്ടിങ്ങിൽ മാത്രമാണ് നമ്മൾ കളറുള്ളത്. ബാക്കിയെല്ലാം വൈറ്റ് ആണ്, പുറത്ത് മാത്രം. ഇപ്പോൾ 1 മിനിറ്റില് 188 മീറ്റർ കേബിൾ ഉണ്ടാക്കുന്നുണ്ട് ഈ മെഷീൻ. 1 മിനിറ്റ് 188. ഇത്ര ചൂടിലാണ് ഇത് ഉരുകുന്നത്. 182, 191 അങ്ങനെയൊക്കെ ചൂടിലാണ് ഇത് ഉരുകി പിടിക്കുന്നത്. ഉരുകി പിടിച്ചാൽ നമ്മളിവിടെ ചെറുതായിട്ടൊന്ന് തണുപ്പിക്കും. ചെറിയ തണുപ്പ് കൊടുക്കും. ഇവിടെ തണുപ്പിച്ചതിന് ശേഷം നമ്മളിവിടെ നമ്മൾ ഇതിന്റെ ഓടി കൺട്രോൾ ചെയ്യുന്ന ഓട്ടോമാറ്റിക് സംവിധാനമാണ്. അതായത് വോൾട്ടേജിൽ എന്തെങ്കിലും വ്യത്യാസം വരിക കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇത് ഓട്ടോമാറ്റിക് ആയിട്ട് ഇവിടെ കൺട്രോൾ ചെയ്യും. നമ്മൾ മാനുവലായിട്ട് ചെക്ക് ചെയ്യേണ്ടതല്ല. അത് കഴിഞ്ഞ് ഇത് നമ്മളുടെ പേര് പ്രിന്റിങ് നടക്കുകയാണ്. നമ്മുടെ ഇതിനകത്ത് വയറിനകത്തുള്ള പേര് പ്രിന്റിംഗ് ഇവിടെ നടക്കുന്നത്. ഇത് ഓരോ മീറ്ററിലും നമ്മളുടെ പേര്, ISI മാർക്ക്, ISI നമ്പർ, പിന്നെ ഞങ്ങൾ നേരത്തെ സൂചിപ്പിച്ചിരുന്നു ഏറ്റവും പ്രീമിയം കേബിൾ, അതായത് ക്ലാസ് 2 FRLSS മാത്രമേ ഉണ്ടാക്കുന്നുള്ളൂ.
അത് ഓരോ മീറ്ററിലും ഞങ്ങൾ പ്രിന്റ് ചെയ്യും. പ്രിന്റ് ചെയ്യും. അത് കഴിഞ്ഞാൽ വീണ്ടും ഒരുപാട് തണുപ്പിക്കും. ഇതിൽ തന്നെ കിടന്ന് തിരിയാണ്, കാരണം അവിടെ എത്തുമ്പോഴേക്കും ഇത് തണുത്ത് കിട്ടണമല്ലോ. അപ്പൊ ഇവിടെ തണുപ്പിച്ചതിന് ശേഷം ആ ഒരു ഗ്രീൻ ലൈറ്റ് കത്തുന്നുണ്ടോ, അത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവമാണ്. ഹൈ വോൾട്ടേജ് കടത്തിവിടാണ് നമ്മൾ. ഹൈ വോൾട്ടേജ് കടത്തിവിടാന്ന് വെച്ചാൽ ഈ കേബിൾ കടന്നു പോകുന്നത് അതിൻ്റെ ഉള്ളിൽ കൂടെയാണ്. എന്തെങ്കിലും കംപ്ലൈന്റ് ഉണ്ടെങ്കിൽ അവിടെ വലിയ ശബ്ദത്തോടുകൂടി പാർക്ക് ചെയ്യിപ്പിക്കും. നിങ്ങൾക്ക് വേണമെങ്കിൽ കാണിച്ചു തരാം. അത് നമുക്കൊന്ന് കാണാം. ആ കംപ്ലൈന്റ് ഉള്ള ഒരു കേബിളും പാക്കിങ്ങിലേക്ക് കടന്നു പോവില്ല. അതെ, അവിടെ വെച്ച് വലിയ, അപ്പൊ എല്ലാവരും ഓടി വന്നത് കട്ട് ചെയ്ത് മാറ്റും. ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നിർമ്മാണത്തിൽ തന്നെ ഇതിന് എന്തെങ്കിലും കംപ്ലൈന്റ് ഉണ്ടെങ്കിൽ അപ്പൊ തന്നെ കട്ട് ചെയ്ത് മാറ്റും. ഞാൻ വേണമെങ്കിൽ ഡെമോ കാണിച്ചു തരാം. നമ്മളവിടെ പ്രൊഡക്ഷൻ നടക്കുന്നിടത്ത് കേബിൾ ഒന്ന് ഡാമേജ് ആക്കാം. അപ്പൊ ഇവിടെ നമ്മളിവിടെ എങ്ങനെയാണ് മോണിറ്റർ ചെയ്യണമെന്നുള്ളത് കാണാൻ പറ്റും. ഇവിടെ ഡാമേജ് ആക്കാൻ പോവാ, എന്താ സംഭവിക്കുന്നത് കാണാം. ഇത് കണ്ടോ, ഇത് നമ്മളവിടെ ഡാമേജ് ആക്കിയതാണ്. അപ്പൊ ഇവിടെ വന്നപ്പോ സ്പാർക്ക് ചെയ്തു, സൗണ്ട് വന്നു, അവരത് കട്ട് ചെയ്ത് മാറ്റി. ഇത്ര ക്വാളിറ്റി ആയിട്ടാണ് എന്ന് പറഞ്ഞാൽ ഈ ക്വാളിറ്റി എവിടെയൊക്കെ ചെക്ക് ചെയ്യോ അതെല്ലാം ചെക്ക് ചെയ്തതിന് ശേഷം മാത്രമേ നിങ്ങളുടെ കയ്യിലെത്തത്തുള്ളൂ. നോർമൽ കേബിൾ സൈസ് വരുന്നത് 90 മീറ്ററിലാണ്. ഈ 90 മീറ്റർ നമ്മളിവിടെ സെറ്റ് ചെയ്ത് വെച്ചേക്കാണ്. 90 മീറ്റർ ആകുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഇതുപോലെ കട്ട് ചെയ്ത് കേബിൾ ഇങ്ങോട്ട് കിട്ടും. അത് നമ്മൾ റാൻഡമായിട്ട് ISI ലാബിലേക്ക് വിടും. ബാക്കിയുള്ളത് നമ്മൾ പാക്ക് ചെയ്യും. ഇവിടെ എന്ന് വെച്ചാൽ ഇത് ബോക്സ് നമ്മൾ ഒട്ടിച്ച് വരും. ഇവിടെ ഇങ്ങനെ നീക്കി വെച്ച് ഇവരിവിടെ അട്ടിയിട്ട് വെച്ച് സെയിലിന് പോകും. പരിപാടി മൊത്തം കഴിഞ്ഞ് പായ്ക്കായി. ഇതാണ് നമ്മുടെ ലാബ്. ഇവിടെ എന്തൊക്കെയാ ചെയ്യുന്നത്? ഇവിടെയാണ് നമ്മളെ ഓരോ ബാച്ച് വൈസും ഓരോ ദിവസത്തെ ഓരോ ബാച്ച് വൈസും റാൻഡം സാമ്പിൾ എടുത്തിട്ട് നമ്മൾ ഇവിടെ വന്ന് ലാബിൽ വന്ന് ടെസ്റ്റ് ചെയ്യും. ഇവിടെ ടെസ്റ്റ് ചെയ്തിട്ട് പാക്ക് ചെയ്ത് കൊടുക്കുള്ളൂ. അപ്പോഴേ നമ്മൾ ക്വാളിറ്റി അപ്രൂവ് ആവുള്ളൂ. നമ്മൾ വീഡിയോ എല്ലാം കണ്ടു. ഈ സ്ഥലം കൃത്യമായിട്ട് എവിടെയാണ്? ഇത് തൃശ്ശൂർ ടൗണിൽ നിന്ന് ഒരു 7 കിലോമീറ്റർ അകലെയുള്ള ഒരു ഗ്രാമമാണ്. വളരെ അടുത്താണ് തൃശ്ശൂർ ടൗണിന്റെ ഒരു കുറ്റൂർ എന്ന് പറഞ്ഞൊരു സ്ഥലമാണ്. ഇവിടെ വന്ന് ആരോട് ചോദിച്ചാലും അറിയാം, കാരണം 31 വർഷമായിട്ടുള്ള കമ്പനിയല്ലേ. അപ്പൊ ഇവിടെ വന്ന് കളക്ട് ചെയ്യാം. കൂടാതെ ആണെങ്കിൽ ഞങ്ങൾ പാഴ്സൽ സർവീസിൽ അയച്ചു കൊടുക്കും. അതാ ഈ ബോക്സ് എല്ലാം കറക്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. പോകാനുള്ള അപ്പൊ ഇന്ത്യയിലെ എല്ലാ സ്ഥലത്തേക്കും ഇന്ത്യയിലെ എല്ലായിടത്തേക്കും ഞങ്ങൾ ഫ്രീ ഡെലിവറിയാണ്. ഫ്രീ ആയിട്ട് തന്നെ കിട്ടും. അപ്പൊ ഇന്ത്യയിലെ എല്ലാ സ്ഥലത്തേക്കും ഫ്രീ ആയിട്ടാണ് അയച്ചു കൊടുക്കുന്നത്. വീഡിയോയുടെ നമ്പർ ഉണ്ട്, വിളിച്ചാൽ മതി.